വ്യക്തികളെ ആദ്യമായി ഗുരുനാഥൻ്റെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് കുറച്ച് സമയം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള അനുഭവങ്ങളെ പറ്റി ചെറുതായിട്ട് ഞാൻ പറയാം. കഥകളിയുടെ പ്രാഥമിക പാഠങ്ങൾ കഴിഞ്ഞ് ചലനങ്ങളുടെ ഭംഗി, മുദ്രകളുടെ വൃത്തിയും എല്ലാം അതും കഴിഞ്ഞ് ക്രമേണ പ്രത്യേകതരം ഇടത്തരം അത്യവസാനത്തിലുള്ള കഥാപാത്രങ്ങളുടെ ചുള്ളിയാട്ടങ്ങൾ. ആ ചുള്ളിയാട്ടങ്ങൾ ഏതാണ്ടൊക്കെ അതിൻ്റെ കണക്കം ചിട്ടകളെ കുറച്ച് കഴിഞ്ഞാൽ പിന്നത്തെ അപ്പോഴേക്ക് ഈ വിദ്യാർത്ഥികളൊരു ഏതാണ്ട് പൂർണ്ണാവസ്ഥയിലേക്ക് എത്തും. പിന്നെ വരുന്ന ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടുന്ന ഉപരിപഠനത്തിൻ്റെ ആ മേഖലയിൽ എത്തുമ്പോഴേക്കും ഈ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ചൊല്ലിയാടി ശീലിക്കാനുള്ള ഒരു കവാടം അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലിൽ പ്രത്യേകമായി ഉണ്ടായിരുന്നു, മറ്റാർക്കും കാണാത്തതായിട്ട്. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ സ്വയം ഇതിൻ്റെ സമ്പ്രദായപ്രകാരമുള്ള അന്തരാഭണ്യം, ചലനങ്ങളുടെ ഭംഗി എല്ലാം പഠിച്ചു കഴിഞ്ഞ് താളത്തിൻ്റെയും പദത്തിൻ്റെയും അഭിനയം അതിൻ്റെ കറതീർന്ന പഠിപ്പിക്കലിൽ നാം അറിയാതെ തന്നെ ശ്രദ്ധിക്കാതെ കൊണ്ട് തന്നെ മുദ്രകൾ, ചലനങ്ങൾ അവിടെ വന്നു കൂടാനുള്ള സിദ്ധി നേടിയതിന് ശേഷം മാത്രമാണ് ഈ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തന്ന് പഠിപ്പിക്കാനുള്ള അവസരം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മറ്റ് കഥകളിയുടെ പരമ്പരയുടെ സമ്പ്രദായത്തിൽ അതുവരെ തുടർന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരുന്ന മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള, അതായത് നമ്മളെ ഈ കാണിക്കണതൊക്കെ നമ്മൾ അറിയാതെ കണ്ട് ഓട്ടോമാറ്റിക്കലി വരാനുള്ള ഒരു സാധക സിദ്ധി വിദ്യാർത്ഥിക്ക് കിട്ടിയ പിന്നെ നമ്മുടെ മനസ്സ് ഈ കഥാപാത്രത്തിൻ്റെ അവസ്ഥാഭേദങ്ങളിലേക്ക് സഞ്ചരിക്കാറാകുമാണ് ആ കഥാപാത്രങ്ങളെ പറ്റിയിട്ട് വൈകുന്നേരത്തെ ഇന്ന് ക്ലാസ്സിൽ പ്രത്യേകിച്ച് അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു. പരമ്പരയായിട്ട് വന്നുകൂടിയിരുന്ന പല അഭിനയ രീതികളും അദ്ദേഹത്തിൻ്റെ സ്വയം പരിശ്രമം കൊണ്ട് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ വരുത്തി. അതിനുള്ള നിരൂപണങ്ങളെ, കാര്യമാത്ര പ്രസക്തമല്ലാത്ത നിരൂപണങ്ങളെ തള്ളിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തമായ അഭിപ്രായങ്ങളെ ആദരിച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്ര സങ്കല്പം പുഷ്ടിപ്പെട്ടു വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം പരിശ്രമത്തിൻ്റെ ഫലമാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ ഒരു സമ്പ്രദായത്തിൽ രാവിലത്തെ സാധനം മുതൽക്ക് അദ്ദേഹം ആദ്യം വരും. അത് ചിലപ്പോൾ നമ്മളൊക്കെ എത്രയും മുമ്പില്ല. കലാമണ്ഡലമായിരുന്ന കാലത്ത് അന്ന് ഇത്രവാനുള്ള ഒന്നും വരുന്നില്ല. അപ്പോൾ അദ്ദേഹം പഴയ കലാമണ്ഡലത്തിൻ്റെ വരാന്തയിലെ അക്കാര്യത്തെ മുറികൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ കുട്ടികളാണ് രാവിലത്തെ ബെല്ലടിക്കുന്നത്. ചിലപ്പോൾ എല്ലാവരും ഉണരാൻ ഭയങ്കര മഴയും തണുപ്പൊക്കെയാണ് ഉണരാൻ താമസിച്ചത്. അദ്ദേഹം ബെല്ലടിക്കുകയുണ്ട്. എന്നിട്ട് പിന്നെ എല്ലാവരും ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. അത് അദ്ദേഹം പക്ഷെ നമ്മളെ ദേഹശുദ്ധിക്ക് വരുത്തിട്ട് കളരിയിൽ എത്രയും തൊട്ടൊക്കെ ചിലപ്പോൾ ആശനാവിടെ എത്തിക്കണം. എന്നിട്ട് രാവിലത്തെ പിന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പോകാൻ കഴിഞ്ഞാലേ അദ്ദേഹം പോയി. എന്ന കൂട്ടത്തിൽ 8:30 ബെല്ലടിച്ച തോടയത്തിന് മൊത്തം കൊട്ടി വയ്ക്കുന്നതോടുകൂടി അദ്ദേഹം അവിടെ എത്തിയിരുന്നത്. പിന്നെ ചൊല്ലിയാട്ടം തോടയ പുറപ്പാടം ഏറ്റവും സീനിയർ മോസ്റ്റ് ആകുമ്പോഴേക്ക് ജട്ടിലേതെങ്കിലും ഒന്നേ വന്നു. അത്രയും സീനിയർ കുട്ടികളായിരുന്നല്ലോ. അപ്പം ഈ തലേ ദിവസത്തെ വൈകുന്നേരത്തെ ക്ലാസ്സിൽ പിറ്റേ ദിവസം ചൊല്ലിയാടാനുള്ള കഥയാണ് അദ്ദേഹം മുദ്ര കാണിപ്പിക്കുന്നത്. ആ മുദ്ര കാണിപ്പിക്കലും അപ്പോൾ ഈ പ്രധാനമായിട്ട് ഒരു കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങൾ ഇതും ആദ്യമൊക്കെ ജനറലായിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്
ഉത്തമാധമ മധ്യമ പ്രകൃതി ഇത് ഏതാണെന്ന് കണക്കാക്കുക, അതെങ്കിലും ധരിക്കുക. പിന്നെ അവിടെ ഉള്ളിലേക്ക് ഒക്കെ ചെല്ലാവുന്ന ഭാഗത്തിലാണ് അദ്ദേഹം ക്രമേണ പറഞ്ഞു തരും. അത് ചൊല്ലിയാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആട്ടങ്ങളൊക്കെ കാണിക്കുമ്പോൾ അദ്ദേഹം അത് ആദ്യം നാടകത്തിലൊക്കെ പറയും പോലെ മനസ്സുകൊണ്ട് പറഞ്ഞുകൊണ്ട് വേണം, മനസ്സിൽ ആ മുദ്രകൾ കാണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വേണം കാണിക്കാൻ. ഉദാഹരണമായിട്ട് നാടകം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ റിയലിസ്റ്റിക് അല്ല, കൂടിയാട്ടത്തിലെ നാടകത്തിന്റെ സ്വഭാവത്തിലുള്ള ആ രീതികളിൽ കൂടിയാണ് ആട്ടം അദ്ദേഹം പറഞ്ഞ് ശീലിപ്പിച്ചുകൊണ്ട്. അപ്പൊ അത് പറഞ്ഞ് തീയിപ്പിക്കുമ്പോ തന്നെ ഇപ്പൊ ശിശുപാലൻ അദ്ദേഹം വളരെയധികം പാരമ്പര്യത്തിന് മാറ്റം വരുത്തി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രത്യേകത കലാമണ്ഡലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? പാരമ്പര്യമായിട്ടുള്ള ശിശുപാലന്റെ ആട്ടത്തില് ഈ ഗോപസ്ത്രീ വസ്ത്രാപഹരണം വളരെ ശൃംഗാരത്തിൽ ഇങ്ങനെ ഇറങ്ങി ഭംഗിയായിട്ട് കാണിച്ചിരുന്ന ഒരു മഹാനടനായിരുന്നു പഴയ തലമുറയിലെ ഗോപാല നാരായണരാജൻ. അത് കണ്ടിട്ടുള്ള ആരെങ്കിലും കണ്ടൊക്കെ എന്തൊരു സൗന്ദര്യമായിരുന്നു ഓരോ ചലനത്തിനും. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും ഭംഗിയായിട്ട് കാണിച്ചിട്ടുള്ള, ഏറ്റവും നമ്മുടെ മനസ്സിൽ പോകാത്ത രാമകൃഷ്ണന്റെ ആ വസ്ത്രാധാരണമായിട്ട് രാമകുട്ടിനാരായണൻ കുറെ എഴുതുന്നത് നിർത്തി. ചാശന്റെ പുസ്തകങ്ങളിൽ എന്താണ് അതിന് കാരണം? ശിശുപാലന്റെ അവിടുത്തെ അവസ്ഥ, തന്റെ ബന്ധുവായിട്ടുള്ള ജരാസന്ധനെ ചതിച്ച് കൊന്ന് അതിലുള്ള അത്യധികമായി യുധിഷ്ഠിരൻ രാജസൂയം ചെയ്യാൻ ആരംഭിച്ചു. അതിലുള്ള അത്യധികമായിട്ടുള്ള അമർഷാദിക്ക് ആ ഇദ്ദേഹത്തിന്റെ ആ തന്നെ അവമാനിച്ച പോലെയുള്ള ഒരു അമർഷം കൊണ്ട് അതിക്രുദ്ധനായിട്ട് ഈ സദസ്സിൽ വന്നിട്ട് ഒട്ടേപാട് ശ്ലോകങ്ങളാണ്. അതിന്റെ കൃഷ്ണസ്ഥേവ അർച്ചനീയ, എന്റെ മലയാളം കൃഷ്ണന്റെ പൂജ്യനെങ്കിൽ പല വഴിയിലും ഏർപ്പെട്ട രാജോത്തമന്മാർ എന്തിന് അനീതരായി തവ കരമരുളി ഞങ്ങൾ ഭീമൂലമല്ല സർവജ്ഞൻ നീ എന്നു ധർമ്മപ്രിയമുള്ള കൃപയാൽ തന്നതാണ് ഓർമ്മയില്ലേ. ധർമ്മപൃഷ്ടന്റെ പൂജാവിധിയിൽ വിഗുണമായിരുന്ന ഈ രാജസൂര്യമുള്ള മലയാള ശ്ലോകം അത് മുദ്ര കാണിക്കുമ്പോൾ, അത് നമ്മൾ മുദ്ര കാണിക്കുമ്പോൾ ആ ഭാവപൂർണമായിട്ടുള്ള കഥാപാത്രത്തിന്റെ ആവേശത്തോടുകൂടി കാണിക്കാൻ അദ്ദേഹം തന്നെ പറയും, അല്ലേ ധർമ്മപുത്രൻ, നീ ഈ മഹാരാജാക്കന്മാരെയെല്ലാം ഇവിടെ വിളിച്ചു കൂട്ടിയത് എന്തിനെ? അതാ പറയുമ്പോൾ അതിന്റെ ഭാവശക്തി നമ്മുടെ കരചരണാദി അംഗങ്ങളിലൊക്കെ മറന്നിക്കുകയാണ്. അപ്പൊ ആ കഥാപാത്രത്തിന്റെ ബോധം നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞു തരും. അത് ഓരോ ദിവസം കാണിക്കുന്നുണ്ട്. ഇതേ സ്വരത്തിലാവണം പിന്നത്തെ ചോദിക്കാറ്. അത് നമ്മുടെ ഉള്ളിൽ തട്ടിക്കൊണ്ട് അപ്പൊ വിദ്യാർത്ഥികളുടെ ഉള്ളില് ആ കഥാപാത്രബോധത്തിനെ ഉൾക്കൊള്ളിക്കാനുള്ള ആ പ്രത്യേക ചാതുര്യം ഇദ്ദേഹത്തിന്റെ ഓരോ ക്ലാസ്സിലുണ്ട്. അങ്ങനെ ഇരുന്ന് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള അത് പിറ്റേ ദിവസം ആ കളരിയിൽ നമ്മൾ കാണിക്കുമ്പോഴും അതിനനുസരിച്ചിട്ടുള്ള അതിനെ വളർന്ന് അത് അങ്ങനെയുള്ള സിദ്ധികളാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റുകളായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പാഠങ്ങൾ. പിന്നെ അന്നത്തെ ഞങ്ങളൊരു മഹാഭാഗ്യം എന്ന് പറയട്ടെ, ഇന്നലെ വിഷയങ്ങൾ സൂചിപ്പിക്കേണ്ടത്, ആദ്യം അവർ സാഹിത്യം പഠിപ്പിച്ചിരുന്ന കുമ്മിണിമാഷ് ശ്രീഷാ കോളേജിലേക്ക് കിട്ടിപ്പോയപ്പോൾ കുറച്ചു കാലം സൂപ്പർട്ടാണ് ഞങ്ങൾ ഒക്കെ പഠിപ്പിച്ചത് സംസ്കൃതം. അദ്ദേഹത്തിൻ്റെ ആംഗ്ലീഷ് വർക്കിൻ്റെ പിന്നെയാണ് എളേരി മാഷ് വന്നത്. അപ്പൊ അവരൊക്കെ വന്ന കാലത്ത് രാമചാക്കി കൂടിയാട്ടം തുടങ്ങിയിരുന്നു. അപ്പൊ രാമചാക്കിയാരെ സൂപ്പറിന്റെ ആശ ഇവരൊക്കെ രാത്രി ഒരുപാട് സമയം ഇങ്ങനെ ചർച്ചകൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ആശാന്റെ മുറിയുടെ പിറ്റേ തെക്കേ വരാനത് അവിടെ ഒരു മുറിയിലായിട്ട് അവിടെയാണ് ഞങ്ങളൊക്കെ താമസിച്ചിരുന്നത്. അപ്പൊ ഇവരുടെ ഈ രാത്രി ചർച്ചകളൊക്കെ കേൾക്കാൻ വളരെ അനുഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ശിശുപാലന്റെ അതിലിപ്പോൾ കാണിക്കുന്ന രീതികളിലാണ് ഇങ്ങനെയുള്ള ചർച്ചകളെ പറ്റിയിട്ടൊക്കെ ഞാൻ കുറച്ചെങ്കിലൊക്കെ മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും കഴിയും. എന്ന കൂട്ടത്തിൽ തന്നെ ഈ കാവ്യ നാടകകാരന്മാർ അതിനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാക്കിയത് കുമ്മിണി മാഷ് സൂപ്പറിന്റെ, പ്രത്യേകിച്ച് എളേരി മാഷിന്റെ ക്ലാസ്സിന്റെ സൗന്ദര്യം എന്നോട് പറഞ്ഞു. അദ്ദേഹം ക്ലാസ്സിൽ കലർന്നില്ല